ഹായ് ഫ്രണ്ട്സ്, ഡ്രീം വാലി റൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെൻ്റെ ഒരു പ്രത്യേക സന്തോഷ ദിവസമാണ്. ആ ദിവസം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ച്. അത് കാരണം മറ്റൊന്നുമല്ല, ഞാൻ കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന വഴിക്ക് അടൂരിനും കൊട്ടാരക്കരയ്ക്കും ഇടയ്ക്ക് വെച്ച് റോഡ് സൈഡിൽ കുറച്ച് വാഴ കുഞ്ഞുങ്ങൾ, വാഴക്കന്നെന്ന് ചില സ്ഥലത്ത് പറയും, അതിങ്ങനെ കൂട്ടിയിട്ടിരിക്കും. ഞാൻ അവിടെ നിന്ന് 2 വാഴക്കന്നുകൾ മേടിച്ചു. ആ വാഴക്കന്നുകൾ ഇന്നത് കുലച്ച് കേട്ടോ. കുലച്ച് വലിയ കുലയാണ് കണ്ടോ. നല്ല അടിപൊളി ഒരു കുലയാണ് വന്നിരിക്കുന്നത്. ഇതൊരു ഏത്തവാഴയുടെ ഹൈബ്രിഡാണെന്ന് എനിക്ക് തോന്നുന്നു. കുലയുടെ നീളം കണ്ട അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ ചെയ്യുന്ന ആ ജോലിയുടെ ഒരു പ്രതിഫലം ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ വളരെയധികമാണ് കണ്ടാ. അപ്പം ഇതുപോലെ നല്ല രീതിയിൽ വാഴക്കൃഷികളൊക്കെ ചുരുങ്ങിയ സ്ഥലത്ത് തന്നെ നമുക്ക് പ്രത്യേകിച്ച് സ്ഥലമൊന്നും ആവശ്യമില്ല. മനസ്സിലായല്ലോ. ഇതിന് അടിയോളമായിട്ട് ഞാൻ ചെയ്തത് 1 കിലോ വേപ്പിൻ പിണ്ണാക്ക്, 1 കിലോ കടലപ്പിണ്ണാക്കും, 1 കിലോ എല്ലുപൊടി, പിന്നെ ചാരവും ചാണാനും ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് അടിവളമായിട്ടാണ് വളർത്തിയത്. അപ്പം ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ വാഴ കുലയ്ക്കുന്നതിന് മുമ്പ് ഈ കുഞ്ഞുങ്ങളെല്ലാം നമ്മൾ ചവിട്ടി ഒടിച്ച് കളയണം. അത് കുലച്ചതിന് ശേഷം മാത്രമേ നമ്മളതിൻ്റെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്താവുള്ളൂ, അല്ലെങ്കിൽ കുല ചെറുതായിപ്പോവും. ഇങ്ങനെയാണ് പഴയ ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇതിൻ്റെ വലിപ്പം കാരണം, വാഴയ്ക്ക് വലിപ്പം കാരണം നമ്മുടെ ഈ തറയോട് ഇട്ടിരിക്കുന്നുണ്ടോ മേലേക്ക് പൊങ്ങിപ്പോയിരിക്കുക. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ വാഴയുടെ സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. താങ്ക് യു വെരി മച്ച്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മറ്റുള്ളവരോട് പറഞ്ഞ് ഇതുപോലെ നമ്മളുടെ വീട്ടിൽ സ്വന്തമായിട്ട് തന്നെ ഇതുപോലെ കൃഷികളൊക്കെ ചെയ്ത് സന്തോഷം കണ്ടെത്തുക. ഇതൊക്കെ വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ് ഇതൊക്കെ കാണുന്നത്. പിന്നെ ഇത് കുലച്ച് എല്ലാം വരുമ്പോൾ എല്ലാം റെഡിയായി കഴിയുമ്പോൾ ഞാൻ പിന്നെയും വീട് ചെയ്ത് കാണിക്കാമേ. താങ്ക് യു.